നമസ്കാരം. ഇന്ന് ചെറുതേനീച്ച പെട്ടികൾ കൂടുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്കെല്ലാവർക്കും ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചെറുതേനീച്ചകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. നമ്മൾ ആദ്യം തുടക്കം നമുക്ക് ഭയങ്കര 1-2 പെട്ടിയിലായിരിക്കും നമ്മൾ എപ്പോഴും തുടങ്ങുക. പക്ഷെ നമുക്ക് എണ്ണം കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ഒരു സ്വപ്നമായിരിക്കും. 100 എണ്ണം ആക്കുക, ഒരു 200 എണ്ണം ആക്കുക എന്നുള്ളത് നമ്മളെ എപ്പോഴും ഉള്ള ഒരു സ്വപ്നമായിരിക്കും. പക്ഷെ അതിന് ഒരു ചെറിയ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ അതിൽ കൂടുതലും നമ്മൾ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. ആ പ്രയോജനപ്പെടുത്താത്ത കാര്യം കൊണ്ട് നമുക്ക് ഓരോ വർഷവും നമുക്ക് കൂടുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ 2 കൂട് മേടിച്ചു വെച്ചു, അത് അടുത്ത വർഷം നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണിയല്ല, കുറെ ഈച്ചകൾ ചത്ത് ഇരിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന് ചിലപ്പോൾ റാണിയില്ലാത്തായിരിക്കും. കൂടുതലായിട്ടും നമുക്ക് വരുന്നത് എന്താണ്? പ്രകൃതിയിൽ ചെറുതേനീച്ചകൾക്ക് സ്വാഭാവികമായി പോയി കൂട് കൂട്ടാനുള്ള ഒരു അവസരങ്ങൾ കുറവായിരിക്കുന്നു. ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്നു, മരങ്ങൾ മുറിഞ്ഞു പോകുന്നു, മറ്റ് പല പല സാഹചര്യങ്ങൾ കൊണ്ടും അതുങ്ങൾക്ക് കൂട് കൂട്ടാൻ ഒരു സ്ഥലമില്ലാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഇപ്പം നമ്മൾ ഒരു ചെറുതേനീച്ച മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കാലിപ്പെട്ടികൾ വാങ്ങുക. നമുക്ക് ഉപയോഗിച്ച പെട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ, ഉപയോഗിച്ച പെട്ടികളാണ് വാങ്ങുന്നതെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാലിപ്പെട്ടികൾ തയ്യാറാക്കുക. ഇതാണ് കാലിപ്പെട്ടികൾ. ഇത് സാധാരണ മരുതിന്റെ മരം കൊണ്ട് അടിച്ച 14x4 എന്നുള്ള സൈസിൽ വരുന്ന പെട്ടികളാണ്. ഇതിപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് 14 ഇഞ്ച് നീളം, പിന്നെ 4 ഇഞ്ച് വീതി, അങ്ങനെയാണ് വരുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് പെട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സൈസ് ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്ത എൻ്റെ പെട്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിപ്പോ ഈ സൈസിലുള്ള പെട്ടികൾ ഞാനിപ്പം ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വെള്ളത്തേനീച്ചനെ വളർത്താനാണ് ഈ സൈസ് പെട്ടി ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല വെള്ളത്തേനീച്ചകൾക്ക് ക്യൂട്ടായിട്ടുള്ള സൈസാണ്. 3/4 ഇഞ്ച് റീപ്പും കൊണ്ടാണ് ഇത് അടിക്കുന്നത്. 3/4 ഇഞ്ചും 1.5 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ച് സമചതുരാണ് ഈ പെട്ടി വരുന്നത്. ഇത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് തേൻ കിട്ടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പെട്ടിയാണ്. വെള്ളത്തേനീച്ചയ്ക്ക് കണ്ണിത്തേൻ എന്നൊക്കെ പറയും. വെള്ളത്തേൻ അത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10ഓളം പെട്ടികളുണ്ട് ഈ വെള്ളത്തേനീച്ചയുടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇതൊക്കെ ഓരോ വർഷം ഉപയോഗിച്ച്, അതായത് തേനീച്ചകൾ പെട്ടി ഒഴിഞ്ഞു പോയ കാലി ബോക്സുകളാണ്. ഈ കാലി ബോക്സിനെ നമ്മൾ കൃത്യമായി കഴുകിയിട്ട്, അതായത് നമ്മൾ 2 കൂടാ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഗ്യാപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് കൂടുകൾ ഇത് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് വെക്കുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പറമ്പിൽ നിങ്ങൾ സ്റ്റാൻഡ് അടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറും കൊണ്ട് പൊതിഞ്ഞിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും ഇന്ന് കഴുകി വെച്ച കൂടാണ്. അപ്പൊ ഇത് അമർത്തി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിൽ മെഴുകിന്റെ അംശം നല്ലൊരു രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കൂടെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കണ്ട, ഇതിന് എൻട്രൻസിന്റെ ഒക്കെ ഒരു പുതുമ തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ തേനീച്ചകൾ, ഈ മെഴുക് കളക്ട് ചെയ്യാൻ വരുന്ന തേനീച്ചകൾ ഇതിന്റെ ഉള്ളിലൊക്കെ കയറി നോക്കി അതിന് കംഫർട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞത് കെണിക്കൂടിനെ കുറിച്ചാണ്. നമ്മൾ പലയിടത്തും വിട്ടുപോയി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കെണിക്കൂട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കെണി വെക്കുക, അതായത് നമ്മൾ ഇതിനെ ട്രാപ്പ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടുള്ള ട്രാപ്പിംഗ് ആണ് കെണിക്കൂട്. അതായത് കെണിക്കൂടുകൾ പല രീതിയിലുള്ള കെണിക്കൂടുകളുണ്ട്. നമ്മൾ ഭിത്തിയിൽ നിന്ന് അല്ലെങ്കിൽ കല്ലിന്റെ ഇടയിൽ നിന്ന് എടുക്കുക, പിന്നെ എന്താ പറയാ, കിണറിന്റെ ഭിത്തിയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ഭിത്തിയിൽ കുരുടീസ് കട്ട കൊണ്ട് കെട്ടിയിട്ടുള്ള ഹോൾസ് ഉള്ള കട്ടകൾ കെട്ടിയിൽ ഒക്കെ തേനീച്ചകൾ കൂട് വെക്കാറുണ്ട്.
ആ കൂടിനെയൊക്കെ കെണിക്കൂടുകൾ പല രീതിയിലും കെണിക്കൂടുകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കലം കമത്തി വെച്ചിട്ടോ എങ്ങനെയാലും പല രീതിയിലും നമ്മൾ ട്രാപ്പ് ചെയ്തിട്ട് തേനീച്ചകളെ ഉള്ളിലോട്ട് വരുത്താറുണ്ട്, പുറത്തോട്ട് വരുത്താറുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ വളരെ എളുപ്പത്തിലുള്ളതാണ് ഒരു കാര്യമാണിത്. അതായത് നമ്മൾ 2 കൂട് തേനീച്ച നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 4 നമ്മൾ കാലിപ്പെട്ടി പുറത്തു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ 2 കൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതേ സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ വേറെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു കൂടുണ്ടെങ്കിൽ ആ തേനീച്ചകൾ കൂട് പിരിയാനാകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഇതേപോലെ ഏറ്റവും മെഴുകുള്ള സ്ഥലത്താണ് ഇതുങ്ങൾ മെഴുകിനെ സ്മെല്ല് അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിനെ ആകർഷിച്ച് ആ സ്ഥലത്താണ് ഇത് എത്തിപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മറ്റ് തേനീച്ചകളുടെ കൂട്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആക്രമിക്കപ്പെടും. അപ്പോൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തേനീച്ചകളെ കടിച്ചു കൊന്നിട്ട് ആ കൂടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ കൂട്ടിൽ കയറിയിരിക്കുക എന്നുള്ള രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കൂടുകൾ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരു വർഷം മേടിച്ചു വെച്ചു, അതിനുശേഷം നമ്മൾ അടുത്ത വർഷം തേനെടുക്കാൻ ചെല്ലുമ്പോൾ ഈച്ച കാണില്ല. അതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കോളനി ഉണ്ട്. അതാണ് അതിന്റെ സ്ഥിതി. സ്ട്രോങ് ആയിട്ടുള്ള കോളനി ഉണ്ടെങ്കിൽ ആ ഒരു കോളനിയിൽ നിന്ന് ഒരു 4 സെറ്റെങ്കിലും പിരിഞ്ഞു പോകും. ആ 4 സെറ്റ് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എല്ലാ മറ്റു കൂടുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ കൂട്ടിൽ ഇരിക്കാനാണ് അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള ഒരു 4 കൂടെങ്കിലും കെണിക്കൂടായിട്ട് വെക്കുക. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വർഷം ചുരുങ്ങിയത് എങ്ങനെയാലും ഒരു 4 കൂടെങ്കിലും നമുക്ക് അടുത്ത് കോളനികൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടും. അഥവാ നമ്മൾ നമ്മുടെ കൂടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് തൊട്ടടുത്തുള്ള ഇതേപോലത്തെ കെണിക്കൂടുകളിൽ വന്ന് 90% ഗ്യാരണ്ടിയാണ് വന്ന് കയറും, ഉറപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷ നോക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കാം. ഇതിപ്പം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിനകത്ത് ഇതില്ല, ശരിക്കും പോയി, ഈച്ചകളൊക്കെ പോയി, നഷ്ടപ്പെട്ടു. അപ്പം എന്താ പറ്റിയെന്നറിയില്ല. നമ്മളിപ്പം ഇതുണ്ടോ, ഇതേപോലത്തെ ഉള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറും, ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ പെട്ടികളെല്ലാം ക്ലീൻ ആക്കി അപ്പോൾ ഒന്ന് കെട്ടി വെക്കണം. അതായത് കെട്ടി വെച്ച് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ വിട്ടുമാറില്ല. ഒന്ന് ചെറിയ ഒരു അനക്കോ ഒരു കാറ്റ് വീണാലോ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാലൊന്നും ഇതായില്ല. ഇതേപോലെ പെട്ടികളെല്ലാം നമ്മുടെ ഇപ്പൊ നിരക്കി ഇപ്പൊ ഒരു 10-15 പെട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴോട്ടെല്ലാം പെട്ടികളുണ്ട്, അങ്ങോട്ട് കാണിച്ച അങ്ങോട്ടെല്ലാം പെട്ടികളെല്ലാം ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഗ്യാപ്പിൽ ഓരോരോ കാലുകൾ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ കാലുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക, മഴ നനയാതെ സംരക്ഷിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു പെട്ടി, ഇവിടെ ഒരു കാലുണ്ട്. അപ്പൊ ഈ കാലയിൽ വെച്ചു കൊടുക്കുക. കാണുന്നുണ്ടോ? വീഡിയോഗ്രാഫി ഇതേപോലെ അതിന്റെ എൻട്രൻസ് നോക്കുക. നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് കെട്ടി വെക്കുക. മഴയുള്ള സമയത്താണെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയിട്ട് കെട്ടി വെക്കാൻ ഓർക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പാള എടുത്തിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. പാള നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചൂട് പ്രിവെന്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു ഇതാണ്. ഇതേപോലെ സ്റ്റാൻഡുകൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചിടണം, ഫ്രീ ആയിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലിപ്പെട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10 പെട്ടി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 കാലി ബോക്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും നമുക്കൊരു കൂട് നഷ്ടപ്പെടാതെ. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചൊരു കൂടാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇത് കണ്ടോ, ഇതിൽ ഈച്ച വന്ന് കയറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഇതിൽ ഈച്ച ഉണ്ടായിരുന്നു. ഇതിൽ വന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം. ചിലപ്പം വന്ന് കയറിയിട്ടുണ്ടെങ്കിലോ. എന്താ അവസ്ഥ നോക്കാം.
ഇതിനകത്ത് ഈച്ചയുണ്ട്. ഇതിനകത്ത് വന്ന് കയറിയതാണ് ഈച്ചതല്ലേ. ഇതാ ഇത് കുറച്ച് കാലമായി ഞാനിത് കാലിപ്പട്ടി വെച്ച് കൊടുത്താണ്. അത്യാവശ്യം കുറച്ച് നാളായി.